ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSSB പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 9/5/2022 വരെ അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ കേരളത്തിന് പുറത്ത് ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഏതെല്ലാം പോസ്റ്റുകളാണ്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSSB ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 24/2022 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9/5/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഓരോ വേക്കൻസികളും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ വേക്കൻസി നെയിം, പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് ആർക്കിവിസ്റ്റ് ഗ്രേഡ് 1 എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് വരുന്ന ടോട്ടൽ വേക്കൻസിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൽ 6 വേക്കൻസിയാണ്. മാനേജർ സിവിൽ, അത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടാണ് 1 വേക്കൻസി. ഷിഫ്റ്റ് ഇൻചാർജ് ഡൽഹി ദാൽ ബോർഡിലേക്ക് വേണ്ടിയിട്ട് 8 വേക്കൻസി. മാനേജർ മെക്കാനിക്കൽ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 24 വേക്കൻസി. മാനേജർ ട്രാഫിക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് 13 വേക്കൻസി. പ്രൊട്ടക്ഷൻ ഓഫീസർ വുമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 23 വേക്കൻസി. ഡെപ്യൂട്ടി മാനേജർ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് 3 വേക്കൻസി. പമ്പ് ഡ്രൈവർ, ഫിറ്റർ, ഇലക്ട്രിക്കൽ സെക്കൻഡ് ക്ലാസ്, അതുപോലെ ഇലക്ട്രിക് ഡ്രൈവർ സെക്കൻഡ് ക്ലാസ്, മോട്ടോർമാൻ ഓർ ഇലക്ട്രിക് മിസ്ട്രി SBO ഡൽഹി ദാൽ ബോർഡിലേക്ക് 68 വേക്കൻസി. മാനേജർ IT ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1 വേക്കൻസി. ഫിറ്റർ സൂപ്പർവൈസർ ഡൽഹി ദാൽ ബോർഡ് 18 വേക്കൻസി. മാനേജർ ഇലക്ട്രിക്കൽ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1 വേക്കൻസി. ബാക്ടോളജിസ്റ്റ് 2 വേക്കൻസി ഡൽഹി ദാൽ ബോർഡിലേക്ക്. അങ്ങനെ മൊത്തം 168ഓളം വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള വേക്കൻസിയുടെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് ആർക്കിവിസ്റ്റ് ഗ്രേഡ് 1 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഇൻ ആർക്കീവ്സ് കീപ്പിംഗ് ഫ്രം ദി നാഷണൽ ആർക്കീവ്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിലേക്ക് ശമ്പള സ്കെയിൽ 34,800 വരെ ഉണ്ടാവും. 18-30 ഏജ് ലിമിറ്റ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് മാനേജർ സിവിലാണ്. അതിലേക്ക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നാൽ മതി. അതിലേക്ക് 34,800 35 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഷിഫ്റ്റ് ഇൻചാർജാണ്. അതിലേക്ക് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതിലേക്ക് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ ഓർ ഇക്വലൻ്റ് ട്രേഡ് ഫ്രം IT ഓർ എനി അതർ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, പ്ലസ് ഇലക്ട്രിക്കലുള്ള ഒരു IT ഉണ്ടായിരിക്കാം. അതിലേക്ക് 20,200 ആയിരിക്കും ശമ്പളം. 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ മാനേജർ മെക്കാനിക്കൽ ആണെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് 34,800 വരെയാണ് ശമ്പളം. 18-35 ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാനേജർ ട്രാഫിക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്ക് 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. 34,800 ആയിരിക്കും ശമ്പളം. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് 23 വേക്കൻസിൻ്റെ ടോട്ടൽ. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആ ഒരു രീതിയിലുള്ള നിങ്ങൾക്ക് ഡിഗ്രിയാണ് ക്വാളിഫൈഡ് അതിലേക്ക് വേണ്ടത്. 34,800 ശമ്പളം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെപ്യൂട്ടി മാനേജർ ട്രാഫിക് വിഭാഗത്തിലേക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. സ്കെയില് പറഞ്ഞിരിക്കുന്നത് 34,800 വരെയാണ് ശമ്പളം. 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് പമ്പ് ഡ്രൈവർ ഓർ ഫിറ്റർ ഇലക്ട്രിക്കൽ സെക്കൻഡ് ക്ലാസ്, ഇലക്ട്രിക് ഡ്രൈവർ സെക്കൻഡ് ക്ലാസ്, മോട്ടോർമാൻ, ഇലക്ട്രിക് മിസ്ട്രി, അത് പറഞ്ഞിരിക്കുന്നത് 68 വേക്കൻസി ഉണ്ട്. അതിലേക്ക് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക ഫ്രം അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അതുമായി ഈക്വലൻ്റ് ആയിട്ടുള്ള IT ഉണ്ടായിരിക്കുക. അതിലേക്ക് 20,200 ശമ്പളമുണ്ട്. മാനേജർ IT എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത്. മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ MTech അല്ലെങ്കിൽ BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 34,800 വരെയാണ് ഇതിലേക്ക് പറഞ്ഞ ശമ്പളം. പിന്നെ ഫിറ്റർ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡിഗ്രി ഇൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്.
പിന്നെ മാനേജർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ. പിന്നെ ബാക്ടീരിയോളജിസ്റ്റ് ആണ്, അതിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന 2 വേക്കൻസിയാണ്. മാസ്റ്റർ ഡിഗ്രിയാണ് അതിലേക്ക് ബയോ കെമിസ്ട്രി ഓർ മൈക്രോബയോളജി ആ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ആ ചെക്ക് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. ഡയറി ഇത്തരം അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡയറി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കൊരു അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.